ഇന്ന് മാർച്ച് 5. സാധാരണ ഞാൻ എണീക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ ഇന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. അത് ഏകദേശം പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 പേജും കൂടിയേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. 3rd ചാപ്റ്റർ വരുന്നത്, അതിൻ്റെ പേര് ഒരു മിനിറ്റ് ഇപ്പോൾ പറയാം. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. നമ്മുടെ കൺസിസ്റ്റൻസി ചലഞ്ച് കഴിയുന്നവരെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അത് കഴിയുന്ന 21ാമത്തെ ദിവസം ഒരു ലോങ് വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് 1 വീക്കായിട്ട് കുറച്ചധികം കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെങ്ങനെയുള്ള കമൻറ്റാന്ന് വെച്ചാൽ, ഇപ്പോൾ ഭയങ്കര ഡൗൺ ആണ്, കുറച്ചധികം ദിവസമായി മര്യാദയ്ക്ക് പഠിച്ചിട്ട് കൺസിസ്റ്റൻസി ചലഞ്ച് ബ്രേക്ക് ആയിപ്പോയി, ഭയങ്കര ഡൗൺ ആണ് ചേച്ചി, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. വേറൊരു കമൻറ്റ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തത്, കുറേ ദിവസമായിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്, PSCക്ക് പഠിച്ച് മടുത്തു, ലൈഫ് തന്നെ മടുത്ത പോലെയാണ്, ഒന്നും പഠിക്കാൻ തോന്നില്ല, അങ്ങനെ ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇനി അത്ര ദിവസമല്ലേ ഉള്ളൂ, ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക, അല്ലാത്തവർ വേഗം പോയി പഠിക്കുക. ഇനി പ്രിലിംസിനൊക്കെ അത്ര ദിവസമേ ഉള്ളൂ. വീഡിയോസും അതും ഇതും കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല, വേഗം പോയി പഠിച്ചോളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കമൻറ്റ് ചെയ്ത ഓരോരുത്തരുടെയും കറക്റ്റ് പ്രോബ്ലം എന്താണ്, അതായത് വീട്ടിലെ സിറ്റുവേഷൻ എന്താണ്, പഠിക്കാൻ പറ്റുന്നതാണോ, അതോ നമുക്ക് മെൻ്റലി എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വിഷമം വരും. എല്ലാവരുടെയും കറക്റ്റ് സിറ്റുവേഷൻ എനിക്കറിയില്ല. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഈ PSC റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ PSC എന്നല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് ഈ മടുപ്പും, ഇത് നടക്കും തോന്നില്ല, അങ്ങനെയുള്ള ചിന്തകളും കുറച്ച് നെഗറ്റീവ് ചിന്തകളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ഓക്കെ ആണ്. പക്ഷേ ഈ ലൈഫ് മടുത്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുമായിട്ട് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതല്ല നമ്മുടെ ജീവിതം. നമുക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമാണ് ജീവിതം, ഇതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അങ്ങനൊരു സിറ്റുവേഷനിൽ എത്താൻ വേണ്ടി പാടില്ല. അത് ഒന്നിനോടും അങ്ങനെ ആവരുത്. ഈ ഫസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉത്സാഹവും മോട്ടിവേഷനും ആവേശവും ഒക്കെ അങ്ങ് പീക്ക് ലെവലായിരിക്കും. അപ്പോൾ പുതിയ ബുക്ക് വാങ്ങുന്നു, റാങ്ക് ഫയൽ വാങ്ങിക്കുന്നു, ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു, ഒരു നല്ലൊരു ഫ്ലോയിൽ അങ്ങ് പോകും. നമ്മൾ ഹാപ്പി ആയിരിക്കും. ഒരു 6-7 മാസം കഴിഞ്ഞ് ഒരു എക്സാം വരും, നോട്ടിഫിക്കേഷൻ വരും. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ചിലവർക്ക് കിട്ടും, ബാക്കിയുള്ള ഒരു 95% ആൾക്കാർക്കും കിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് ചെറുതായി ഡൗൺ ആവും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ വീണ്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അവിടെ മടുപ്പ് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മടുപ്പ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി ഞാൻ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജേണി PSC പ്രിപ്പറേഷൻ ജേണി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുക, സന്തോഷമുള്ളതാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചിലവർ എല്ലാ സന്തോഷവും മാറ്റി വെച്ചിട്ട് 100% ഇതേന്ന് പറഞ്ഞ് റൂമിലിരിക്കും, വേറെ ഒന്നും ചെയ്യില്ല, അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഇരുന്നിട്ടും ജോലിക്ക് വാങ്ങിച്ചവരുണ്ട്. ആ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് ജോലി നേടിയെടുത്തവരുണ്ട്. അത് വേറൊരു തരം ആൾക്കാരാണ്. അവരുടെ മനഃശക്തി എന്നൊക്കെ പറഞ്ഞാൽ അപാരമാണ്. ശരിക്കും എനിക്ക് അങ്ങനെയുള്ളവരുടെ റെസ്പെക്റ്റാണ്. പക്ഷെ എനിക്കത് നടക്കില്ല. എന്നെപ്പോലെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ PSC ജേണി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കിട്ടുമെന്ന് വിചാരിച്ചോ. അതിലൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഒരു ചാനലാണ്. വീഡിയോസ് എടുക്കുക, വീഡിയോസ് എഡിറ്റ് ചെയ്യുക, വോയിസ് കൊടുക്കുക, ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ സോഴ്സ് ഓഫ് ഹാപ്പിനെസ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യുക. ചിലർക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെടുത്ത് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതായത് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണേ. നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് വീണ്ടും നെഗറ്റീവ് ആകരുത്. നമുക്ക് ഉറപ്പുണ്ടാവുമല്ലോ, നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരാൾ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അവരെടുത്ത് കുറച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, പ്രോബ്ലംസ് എന്താണെന്നുള്ളത് വിശദമായിട്ട് തന്നെ പറയാം. ഓക്കെ, നമ്മുടെ ഈ പേഴ്സണൽ കാര്യങ്ങൾ, വിഷമങ്ങൾ, സ്ട്രെസ്സ്, ഇതൊക്കെ മറ്റൊരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞു തരും. അതിലൂടെ നമുക്ക് രക്ഷപ്പെടാം, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. പക്ഷേ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സമാധാനമാണ്, ശരിക്കും ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു റിലീഫ് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും.
പിന്നെ ഈ നമ്മുടെ എല്ലാ പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം. അത് നമ്മുടെ മൈൻഡിൽ തന്നെയാണ് ഉള്ളത്. കറക്റ്റായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും നമുക്കറിയാം. നമ്മളത് ചെയ്യാനായിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഠിക്കുന്ന സമയത്ത് മടുപ്പ് വരുന്നത്, മതി എന്തിനാ പഠിക്കുന്നതെന്ന് തോന്നുന്നത്, അത് ഒരാൾക്ക് മാത്രമല്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കരുത്. ഈ പഠിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഫേസിലൂടെ കടന്നു പോകും. നമ്മൾ എത്രയൊക്കെ പോസിറ്റീവ് ആകാൻ നോക്കിയാലും ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരും. ഈ 2026 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഈ വർഷം പൊളിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ്, ഭയങ്കരമായിട്ട് പഠിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ജനുവരി ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് ഒന്നും കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം ചെയ്ത അത്ര പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫെബ്രുവരി പിന്നെ പറയണ്ട, നാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടും എനിക്കൊരു ട്രാക്കിലേക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അവളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്നെക്കാളും, അതായത് ഭയങ്കര മോശമാണ്. എനിക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ പോലും അവൾക്കില്ല. പക്ഷേ അവൾ എന്നെക്കാൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്ലാസ്സിന് പോകുന്നുണ്ട്, എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ പറയാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ കമൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സെയിം ഡയലോഗാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മടുത്ത്, ഞാൻ നിർത്തുവാന്ന് പറഞ്ഞു, PSC നിർത്തുവാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ് തീരുന്നതിന് മുന്നേ അത് കേട്ട പാടെ അവിടെ എൻ്റെ അടുത്ത് തിരിച്ച് പറയുകയാണ്, നിനക്ക് മടുത്തെങ്കിൽ നീ നിർത്തിയിട്ട് വേറെ വല്ല കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. പക്ഷേ ഞാൻ അങ്ങനെ ഒരു റിപ്ലൈ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു അവൾ എനിക്ക് കുറച്ച് ആശ്വാസം തരും, അതായത് നിന്നെ കൊണ്ട് പറ്റും, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരും, അങ്ങനെ ഒരു റിപ്ലൈ ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവൾ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് പറഞ്ഞു, നിനക്ക് പഠിച്ച് മടുത്തെങ്കിൽ നീ നിർത്തിയിട്ട് വേറെ വല്ലതും ചെയ്യുന്നുള്ളത്. പക്ഷേ അതെനിക്ക് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാനൊരിക്കലും PSC നിർത്തണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല മടുത്തു എന്ന് പറഞ്ഞത്. പക്ഷേ അവൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇഷ്ടമില്ലാതെ പഠിക്കുന്നവർക്കൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല, ഇഷ്ടപ്പെട്ടിട്ട് 100% എഫേർട്ട് ഇട്ട് പഠിക്കുന്നവരുണ്ട്, അവർക്കാണ് ആദ്യം ജോലി കിട്ടുക എന്നുള്ളത്. ശരിക്കും അവൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വിഷമവും ദേഷ്യമൊക്കെ തോന്നിയെങ്കിലും പറഞ്ഞത് സത്യം തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ നമുക്ക് മടുപ്പ് വരുന്നത്. നമുക്കൊരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും മടുപ്പ് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ, ഈ പഠിക്കുന്ന കാര്യത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുന്ന സമയങ്ങളിൽ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക. എന്നിട്ട് ഒരു ഡീപ്പായിട്ടൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ ഇഷ്ടത്തോടെയാണോ ഞാൻ ഈ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ പഠിക്കുന്നത് ഇഷ്ടത്തോടെയാണോ? ലാസ്റ്റ് എക്സാം ഫെയിലായത് ഞാൻ എൻ്റെ 100% എഫേർട്ട് കൊടുത്തിട്ടാണോ? അതോ എനിക്ക് ഇമ്പ്രൂവ് ആവാനുണ്ടോ? ഞാൻ പഠിക്കുന്ന മെത്തേഡിൽ മാറ്റമുണ്ടോ? അതിലെന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ? അത് ഓക്കെ ആണോ? ഇത് ഞാൻ ചെയ്യുന്ന ശരിയായ രീതിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കാം. 100% നിങ്ങൾക്ക് ഈ ജോലി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. അതും ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുക വരുന്ന എക്സാമിന് വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ, ക്വിറ്റ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ, അത്രയ്ക്കും മടുത്തെങ്കിൽ മാത്രം ക്വിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അത് അവരവർക്ക് മാത്രമേ ഏറ്റവും നന്നായിട്ട് അറിയുള്ളൂ. മറ്റൊരാൾക്ക് മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. മനസ്സിലാവില്ല, അത് വേറെ കാര്യം. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ സന്തോഷിക്കൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കരുത്. അപ്പോഴാണ് ഈ ഒരു ജേണി ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ് ആവുക, ഓവർ തിങ്ക് ചെയ്യുക, വിഷമിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്നത്. ഈ ഒരു ജേണീൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ ട്രിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 2-3 ദിവസം വരെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളതൊന്നുമല്ല. ജസ്റ്റ് നമുക്ക് അടുത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീടോ, അല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം, ജസ്റ്റ് അടുത്തുള്ള ഒരു അമ്പലമോ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ജസ്റ്റ് അടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി നടക്കുക. ഫുൾ ടൈം ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരും. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പഠിക്കുന്ന സമയത്ത് അധികമായിട്ട് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ബിഗിനേഴ്സിനാണ് അധികം ഭയങ്കരമായിട്ട് ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ, ഇത് സിലബസ് കുറേ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആവുമോ, ഇത് മുഴുവൻ പഠിച്ച് തീരുമോ, ഇനി ഞാൻ പഠിക്കുന്ന രീതി ശരിയാണോ, അങ്ങനെ വെറുതെ തിങ്ക് ചെയ്തിട്ട് സമയം കളയും. ആ സമയത്ത് ഒരു 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ജേണി ആ പഠിക്കുന്ന സമയത്ത് അതായിരിക്കണം നമ്മുടെ സന്തോഷം. അതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. ആസ്വദിച്ച് പഠിക്കുക, കിട്ടുന്ന സമയത്ത് പഠിക്കുക. എനിക്ക് സമയം കുറച്ചേ ഉള്ളൂ എന്ന് കരുതി അതിനെ പറ്റിയിട്ടൊന്നും ഓവർ തിങ്ക് ചെയ്യാതെ, മറ്റുള്ളവരെ കമൻസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ, അതൊക്കെ ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർ മാറ്റി പറയും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല കേട്ടോ. ഞാൻ ഓഡിയോ ഓൺ ആക്കിയിട്ട് എല്ലാ ദിവസവും പഠിക്കുന്ന ആസ് ആൻ ആസ്പിരൻറ്റ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ
എല്ലാവരും നന്നായിട്ട് പഠിക്കും, ഇഷ്ടപ്പെട്ട് പഠിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of